नमः विष्णुपदाय कृष्णप्रेष्ठाय बुधे श्रीमदे जयपदाय स्वामिनामे नमाचार्यपदाय निताय गुरुपदाय गुरुपदामदे गुरुपदाय नमो महावदन्याय कृष्ण प्रेमप्रदाय दे कृष्णाय कृष्ण चैतन्य नामिने गुरुतिशे नमो नमः जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र गौरभक्तवृंद। നമ്മള് വായിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യ ചരിതാമൃതം ആദിലീല 7-ാം അധ്യായം 85 മുതലാണ് തുടക്കം. ഇതിനു മുമ്പ് നമ്മൾ വായിച്ചത് ചൈതന്യ മഹാപ്രഭു മായാവാദി സന്യാസികളുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നാമത്തിന്റെ മഹിമയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. കാരണം എന്തുകൊണ്ട് വേദാന്തം പഠിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ചൈതന്യ മഹാപ്രഭു എന്റെ ഗുരു ഈ ഒരു വിഡ്ഢിയാണ്, നാമം ജപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് നാമത്തിന്റെ മഹിമ പറയുന്നതാണ്. അതില് 85 പഞ്ചമ പുരുഷാർത്ഥ പ്രേമാനന്ദാമൃതസിന്ധു മോക്ഷാദി ആനന്ദയാരാം നഹേ ഏകബിന്ദു. പഞ്ചമ പുരുഷാർത്ഥമായ ഭഗവത് പ്രേമം ആധ്യാത്മിക ആനന്ദത്തിന്റെ ഒരു സമുദ്രമാണ്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ ഒരു തുള്ളി വെള്ളത്തിന് സമാനമായ ഭാവാവസ്ഥയിലെത്തിയ ഒരു ഭക്തർക്കാണ്. കൃഷ്ണ നാമേര ഫല പ്രേമ സർവശാസ്ത്രഹയ ഭാഗ്യേശൈ പ്രേമ ത്വമാരാ കരില ഉദയ. ഒരുവൻ തന്നിൽ സുഷിപ്തമായ ഭഗവത് പ്രേമത്തെ ഉണർത്തുന്നതാണ് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും നിഗമനം. ഇപ്രകാരം ചെയ്തു കഴിഞ്ഞ നീ അത്യന്തം ഭാഗ്യവാനാണ്. ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നീ അത്യന്തം ഭാഗ്യവാനാണ്. പ്രേമാര സ്വഭാവക്കരെ ചിത്തതനുശോഭാം കൃഷ്ണേര ചരണപ്രാപ്തേ ഉപജായ ലോക. ശരീരത്തിൽ ആധ്യാത്മിക ഹർഷോന്മാദത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഭഗവത് പ്രേമത്തിന്റെ സഹജഭാവമാണ്. ഒരുവനെ കൃഷ്ണന്റെ ചരണാവിരുന്നങ്ങളിൽ അഭയം തേടുവാൻ അത്യാഗ്രഹം കൂടിയവനാക്കുന്നു. പ്രേമാര സ്വഭാവേ ഭക്തഹാസ്യ കണ്ടേ ഗയാ ഉന്നത്ത ഒരുവൻ യഥാർത്ഥ ഭഗവത് പ്രേമം നേടുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ ചിരിക്കുകയും ചിലപ്പോൾ കരയുകയും ചിലപ്പോൾ പാടുകയും ചിലപ്പോൾ ഉന്മത്തനെ പോലെ അങ്ങുമെങ്ങും ഓടുകയും ചെയ്യും. ഭാവാർത്ഥം ശ്രീല ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഇത് സംബന്ധിച്ച് പറയുന്നു. ചിലപ്പോൾ ഭഗവത് പ്രേമം ഇല്ലാത്തവരും ആധ്യാത്മിക ആനന്ദത്തിൻ്റെതുപോലുള്ള ശാരീരിക ലക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുന്നു. അവർ ചിലപ്പോൾ കൃത്രിമമായി ചിരിക്കുകയും കരയുകയും ഉന്മത്തനെ പോലെ നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കൃഷ്ണാബോധ പുരോഗതിക്ക് സഹായകമല്ല. മറിച്ച് യഥാർത്ഥ പുരോഗതി നേടുവാൻ ഒരുവൻ കൃത്രിമഭാവങ്ങളെ ത്യജിക്കണം. ആധ്യാത്മിക ആനന്ദത്തിൽ നിന്നും ആവിഷ്കൃതമാകുന്ന അകൃത്രിമമായ ചിരി, കരച്ചിൽ, നൃത്തം എന്നിവയാണ് യഥാർത്ഥ ആധ്യാത്മികതയുടെ ലക്ഷണങ്ങൾ. നിരന്തരം പ്രേമഭരിതമായ ഭക്തിസേവനത്തിൽ ഏർപ്പെടുന്ന ഒരു ഭക്തന് മാത്രമേ ഈ അവസ്ഥ നേടുവാനാവൂ. ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്താത്ത ഒരു വ്യക്തി കൃത്രിമമായി അനുകരിച്ചാൽ മാനവ സമുദായത്തിന്റെ തന്നെ ആധ്യാത്മിക ജീവിതത്തിൽ അവൻ അലങ്കോലം സൃഷ്ടിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് ഭഗവത് പ്രേമം, അതായത് നാമം ജപിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ നാമജപം ആണ്. അതായത്
അപരാധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, നമുക്കറിയാം നാമം ജപിക്കുന്നതിന് ഒഴിവാക്കേണ്ട 10 അപരാധങ്ങൾ. അതൊരു വലിയ ടോപ്പിക്കാണ്. അത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. ഇപ്പോ പ്രഭുപാദര് പല പർപ്പോട്ടിലും പറഞ്ഞിട്ടുണ്ട്, നാമം അപരാധം, അതായത് അപരാധം ഒഴിവാക്കിക്കൊണ്ടുള്ള നാമജപമാണ് നമുക്ക് ആധ്യാത്മിക പുരോഗതിക്ക് സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ നാമം ജപിച്ച്, അതായത് അപരാധത്തോടു കൂടി ജപിക്കുന്ന സ്റ്റേജ് ഉണ്ട്, പിന്നെ ക്ലിയറിംഗ് സ്റ്റേജ്, പിന്നെ പരിശുദ്ധ നാമജപം. ഇവിടെ ഭഗവത് പ്രേമം, അതായത് ഭഗവത് പ്രേമം കിട്ടുമ്പോ നമുക്ക് പല ലക്ഷണങ്ങളും, അതായത് ചിരിക്കുകയും കരയുകയും പാടുകയും ചിലപ്പോൾ ഉന്മത്തിനെ പോലെ അംഗങ്ങൾ ഓടുകയും ചെയ്യും. അപ്പോ ഈ പല ലക്ഷണങ്ങളും ഭക്തിയുടെ ഉയർന്ന തലത്തിലെ ലക്ഷണങ്ങളിലൂടെ പറയുന്നുണ്ട്. അപ്പോ ചൈതന്യ മഹാപ്രഭു ഇതെല്ലാം പ്രകടമാക്കിയിട്ടുള്ളതാണ്, അത് കണ്ടിട്ടുള്ളതാണ്. ചൈതന്യ മഹാപ്രഭു ഇതെല്ലാം കണ്ടു. പക്ഷേ ഇത് പറയുന്നത് ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട്, അതായത് കൃത്രിമമായി ചിരിക്കുകയും കരയും ഉന്മത്തിനെ പോലെ നൃത്തം ചെയ്യുന്നു ചിലര് അനുകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് സമുദായത്തിന്റെ തന്നെ ആധ്യാത്മിക ജീവിതത്തിൽ അത് അലങ്കോലം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കൽ ചൗപ്പാട്ടി ടെമ്പിളോ എവിടെ ബോംബെയിലാണ് ഒരു വെളിയിൽ നിന്ന് ഒരാൾ വന്ന് ഇതുപോലെ ഭക്തിയുടെ ഇത് പറഞ്ഞിരിക്കുന്ന പാവങ്ങളൊക്കെ കാണിച്ചിരിക്കുകയും കരയുന്നത്. ഇപ്പോ ഫോറിൻ ഡിവോട്ടീസ് കണ്ടിട്ട് പറഞ്ഞു ഇതെല്ലാം വലിയ ഹൈ സ്റ്റേജിലായിരിക്കും. ഇപ്പോ പ്രഭുപാദരാണോ അറിയാം, പ്രഭുപാദര് ആ ഒരു കമ്പെടുത്ത് അടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോ കമ്പ് കൊണ്ട് അടിച്ചു പോയപ്പോ അവിടെ പോക്കണം. അപ്പോ ഇത് ആർട്ടിഫിഷ്യൽ അല്ല. ഇവിടെ പറയുന്നത് രോമാഞ്ചാസു ഗദ്ഗതാ വൈപന്യ ഉന്മാദ വിശദധൈര്യ ഗർഭഹർഷധൈര്യ വേദഭാവേന ഭക്തഗണേനായ കൃഷ്ണേര ആനന്ദാമൃത സാഗരെ ായ. അതായത് വിയർക്കൽ, വിറയ്ക്കൽ, രോമാഞ്ചം, കരൽ, ശബ്ദമിടൽ, ശരീരത്തിൽ നിന്നുള്ള മാറ്റം, ഉന്മാ, ദുഃഖം, ക്ഷമ, ഗർവ്, ആനന്ദം, വിനയം എന്നിവയാണ് ഭഗവത് പാവദശയിലെ ലക്ഷണങ്ങൾ. ഇത് ഒരു ഭക്തനെ ഹരേ കൃഷ്ണ മന്ത്രം പാടി നൃത്തം ചെയ്യിപ്പിക്കുകയും കൃഷ്ണപ്രേമത്തിന്റെ സമുദ്രത്തിൽ ആറാടിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഭക്തിയുടെ ഉയർന്ന തലത്തിലെ കുറിച്ചാണ്. ഇപ്പൊ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദര് പറയുന്നു, ജീവഗോസ്വാമി തന്റെ പ്രീതി സന്ദർഭത്തിൽ 66 ഭഗവത് പ്രേമത്തിന്റെ ദശയിപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഭഗവത് പ്രീതി രൂപ പാപവൃത്തി മയാദി മയി ഭവതി കിം സ്വരൂപ സത്യാനന്തരൂപ യത് ആനന്ദ പരാധീന ശ്രീ ഭഗവാൻ സ്വാധീന. ശ്രീ ഭഗവാൻ അപ്രീതി അതുപോലെ 69ാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം ധരിക്കുന്നു, തദ്ദേവം പ്രീതി ലക്ഷണം ചിത്തദ്രവസ്യ ചരോമാഹർഷ അധികം കഥഞ്ചിച്ഛാദേ അഭി ചിത്തദ്രവേ രോമഹർഷാദിവേ വാനാചേദാശയ യുദ്ധിസ്ഥാപി ന ഭക്ത സൗമ്യ ഭാവിർഭാവയുതി ജ്ഞാപിതം ആശയശുദ്ധി നാമാചന്യ താല്പര്യ പരിത്യാഗ പ്രീതി താല്പര്യം ച അതയേവാ നിമിത്ത സ്വാഭാവികീ ചേതി തദ്വിശേഷണം. ഇന്ദ്രിയമായ ഭഗവത്പ്രേമം ഭൗതിക ശരീര ശക്തികൾക്ക് അതീതമാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് പരമം പുരുഷനായ ഭഗവാന്റെ ക്ലാദിനി ശക്തിയാകുന്നു. ഭഗവാനും സ്വന്തം അതീന്ദ്രിയ ആനന്ദത്തിന്റെ സ്വാധീനത്തിലാകയാൽ ഭക്തൻ ഭഗവത് പ്രേമത്തിൽ ഇത്തരം ആനന്ദവുമായി ബന്ധപ്പെടുമ്പോൾ അവന്റെ ഹൃദയം ദ്രവീകൃതമാകും. ഇതിന്റെ ലക്ഷണമാണ് രോമഹർഷണം മുതലായവ. ചിലപ്പോൾ ഇപ്രകാരം ദ്രവീകൃത ഹൃദയനാവുകയും അതീന്ദ്രിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്റെ വ്യക്തിപരമായ വ്യവഹാരങ്ങളിൽ ഉത്തമമായ പെരുമാറ്റം കാട്ടില്ല. ഇത് സൂചിപ്പിക്കുന്നത് വ്യക്തി ആധ്യാത്മിക ജീവിതത്തിന്റെ പരിപൂർണതയിൽ എത്തിയിട്ടില്ലെന്നാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരുവൻ ആധ്യാത്മിക ലക്ഷണങ്ങളാൽ
ആനന്ദ നൃത്തം ചെയ്തതിനു ശേഷം വീണ്ടും ഭൗതിക വിഷയങ്ങളിൽ ആസക്തനായാൽ അയാൾ ആശയശുദ്ധി, അസ്തിത്വത്തിന്റെ ശുദ്ധീകരണം എന്ന ആധ്യാത്മിക പൂർണ്ണതയിൽ എത്തിയിട്ടില്ലെന്ന് അർത്ഥം. ചിലപ്പോ ഈ ലക്ഷണങ്ങളെല്ലാം കാണിച്ചിട്ട് വീണ്ടും ഭൗതിക സുഖത്തിൽ ആസക്തനായാൽ അദ്ദേഹം ആ സ്റ്റേജിൽ എത്തിയില്ല എന്നർത്ഥം. അപ്പൊ ഇവിടെ ഇത് വളരെ അപൂർവമാണ്. ഇപ്പൊ ഞാൻ കേട്ടത് ജയരാധാകുമ്പോ അതിന്റെ തൊണ്ട ഇടറി പെട്ടെന്ന് പാപലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി, പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോ ഇത് ആ ഒരു ലെവലിൽ എത്തിയവരുടെ ലക്ഷണം. പക്ഷെ ഗോപാദർ ഒരിക്കലും അത് പുറത്ത് കാണിച്ചിട്ടില്ല, പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം അത് അപകടമാകും എന്നറിയാം. കൺട്രോൾ ചെയ്യാൻ ചെയ്തത്. അസ്തിത്വം പൂർണ്ണമായി ശുദ്ധീകരിച്ച ഒരു വ്യക്തി ഭൗതിക അവസരത്തിൽ തികച്ചും അനാസക്തനും ഭഗവത്പ്രേമത്തിൽ നിമഗ്നനുമായിരിക്കും. ഒരു ഭക്തന്റെ സേവനം ഭൗതിക ലാഭേച്ഛകൾ ഇണ്ടാതെ ആധ്യാത്മിക സ്വഭാവത്തിലുള്ളവയായിരിക്കുമ്പോൾ ആശയശുദ്ധിയുടെ അതീന്ദ്ര ലക്ഷണങ്ങൾ ദൃശ്യമാകും എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഭാഗവത്തിൽ 1-2-6 അതീന്ദ്രിയമായ ഈശ്വരപ്രേമത്തെ ഇപ്രകാരം ധരിക്കും. സവൈ പുംസാം പരോധർമ്മോ ക്ഷജേ അഹൈതികി അപ്രഹിത കഥാ ഏയാത്മാ സുപ്രസിദ്ധതി. അനുയായി അഹൈതുകവും തടസ്സമറ്റതുമായ അതീന്ദ്രിയ ഭഗവത് പ്രേമത്തിൽ ആറാടിക്കുന്ന മതാനുഷ്ഠാനമാണ് ഉത്തമമതം. എന്തുകൊണ്ടെന്നാൽ ഇതിന് മാത്രമേ ആത്മാവിന് പൂർണ്ണ സംതൃപ്തി നൽകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധ ഭക്തിയിൽ മാത്രമേ ആത്മാവിന് പൂർണ്ണ സംതൃപ്തി വരൂ. നമ്മള് ആനന്ദം കണ്ടെത്താൻ വേണ്ടി ഭൗതിക തലത്തിൽ, ഭൗതിക ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം താൽക്കാലികമായിട്ടുള്ള സുഖമാണ്. അതിനൊരു ബിഗിനിങ്, എൻഡ്, തുടക്കവും അവസാനം. ഏഹി സംസ്കൃത പോക ദുഃഖ ഏന ഏവതേ ആദ്യന്തവം ദുഃഖേയ നദേശു രമതേ ബുധ ഭഗവത്ഗീത പറയുന്നു. ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള സുഖം, ഇത് ആ ബിഗിനിങ്, ഒരു ആദിയും അന്തവും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹവും ഇല്ലാതെ പരോധർമ്മം എന്താണെന്ന് പറയുന്നുണ്ട്. യഥോ ഭക്തിർ അതോ ക്ഷചേ, അതീന്ദ്രിയ പ്രേമത്തിൽ ആറാടിക്കുന്ന മതാനുഷ്ഠാനം, അതാണ് ഉത്തമമായ മതം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് എത്ര ദൂരം സഞ്ചരിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി ചിന്തിക്കുക. തുമി പരമപുരുഷാർത്ഥ തുമാര പ്രേമേതര അമേ ഐലാംകിതാർത്ഥ. എന്റെ പ്രിയപുത്ര, നീ ജീവിതത്തിൽ ആത്യന്തിക ലക്ഷ്യമായ ഭഗവത് പ്രേമം കൈവരിച്ച് വളരെ നന്ന്. ഇപ്രകാരം നീ എന്നെ സന്തുഷ്ടനാക്കിയതിനാൽ ഞാൻ നിന്നോട് അത്യന്തം കടപ്പെട്ടവനായിരിക്കും. ഭാവാർത്ഥം: വേദശാസ്ത്രം പ്രകാരം ആത്മീയഗുരു തന്റെ ശിഷ്യനെങ്കിലും പരിശുദ്ധ ഭക്തനാകാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിജയിച്ചതായി കരുതാം. ശ്രീ ഭക്തിസാൻ സരസ്വതി ഠാക്കൂർ പ്രകാരം പറയാനുണ്ടായിരുന്നു: എനിക്ക് ഉള്ള ക്ഷേത്രങ്ങളുടെയും ആശ്രമങ്ങളുടെയും വസ്തുക്കളുടെയും എല്ലാം പകരമായി ഒരാളെയെങ്കിലും പരിശുദ്ധ ഭക്തനാക്കി മാറ്റാൻ കഴിഞ്ഞാൽ എന്റെ ദൗത്യം വിജയിച്ചിരിക്കുന്നു. കൃഷ്ണനെ മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാണെന്നിരിക്കെ കൃഷ്ണപ്രേമം നേടുന്നതിനെ കുറിച്ച് എന്ത് പറയാം? അതിനാൽ ആത്മീയ ഗുരുവിന്റെയും മഹാപ്രഭുവിന്റെയും കാരുണ്യത്താൽ ഒരു ശിഷ്യന് ഭൗതിക ഭക്തിയുക്ത സേവനം നേടാൻ കഴിഞ്ഞാൽ ആത്മീയ ഗുരു അത്യന്തം സന്തുഷ്ടനാണ്. ശിഷ്യൻ ധാരാളം ധനം കൊണ്ടുവന്ന് നൽകിയാൽ യഥാർത്ഥത്തിൽ ഗുരു സന്തോഷവാനാകില്ല. മറിച്ച് ശിഷ്യൻ യമനിയമങ്ങൾ അനുസരിച്ച് ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്ന കാണുമ്പോൾ ഗുരു സന്തോഷവാനാകും. അത്തരം ഒരു ഉയർന്ന ശിഷ്യനോട് തനിക്ക് കടപ്പാടുള്ളതായി കരുതുകയും ചെയ്തു. അപ്പോൾ പ്രഭുപാദർ തന്നെ ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിച്ചു, ഗുരു എപ്പോഴാണ് ഒരു ശിഷ്യനില് സംതൃപ്തനാകുന്നത്, അല്ലെങ്കിൽ പ്രസന്നനാകുന്നത്, അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പലരും പല ആൻസർ പറഞ്ഞു. ചിലർ പറഞ്ഞു അതായത് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, ചിലർ പറഞ്ഞു ടെമ്പിൾ കൺസ്ട്രക്ഷൻ,
ചിലർ പറഞ്ഞു ഫണ്ട്സ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ ഗുരു ഹാപ്പി ആയിരിക്കും. അപ്പൊ ഇതെല്ലാം പ്രഭുപാദ് നോ 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 എന്ന് പറഞ്ഞു. അതൊന്നും അല്ല. അപ്പോ എന്നിട്ട് പ്രഭുപാദ് തന്നെ ആൻസർ പറയുന്നുണ്ട്. അതായത് ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ശിഷ്യൻ ആധ്യാത്മികമായി പുരോഗമിക്കുന്നു എന്ന് കാണുമ്പോഴാണ് ഗുരു സംതൃപ്തനാകുന്നത്. അപ്പൊ ചിലപ്പോ നമ്മൾ ബാഹ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഫിസിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും, ഫിസിക്കലായിട്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്യും. അതെല്ലാം പ്യൂരിഫിക്കേഷന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മള് ഭഗവത് പ്രേമം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൃഷ്ണ പരിശുദ്ധമായ ഭക്തി കിട്ടുന്നില്ല, ആധ്യാത്മികമായി പുരോഗമിക്കുന്നില്ല എങ്കിൽ അത് ഗുരുവിനെ സംതൃപ്തനാക്കില്ല. അപ്പൊ ആധ്യാത്മിക പുരോഗതിയാണ് ഗുരുവിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്കുള്ള വഴിയാണ് ഈ സേവനങ്ങൾ. പരിശുദ്ധമായി നാമം ജപിക്കുക. ഞാൻ പറഞ്ഞില്ലേ 5 ലക്ഷം ചെക്ക് 5000 രൂപ 7 വർഷം. സൂപ്പർ സൂപ്പർ സൂപ്പർ. വരട്ടെ ഇനി വരട്ടെ, കോടികൾ വരട്ടെ, ലക്ഷങ്ങൾ വരട്ടെ, കോടികൾ. അപ്പൊ അതുകൊണ്ടാണ് പ്രഭുപാദര് ഈ ടെമ്പിൾ കൺസ്ട്രക്ഷൻ, അതുപോലെ ഡിവോഷൻ സർവീസ്, പലതരത്തിലുള്ള സർവീസുകൾ നമുക്ക് റെക്കമെൻഡ് ചെയ്തു. കുറച്ച് കോൾഡാണ്, മീറ്റിംഗ് ഉണ്ടായിരുന്നു, പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. നാചാ ഗാവോ ഭക്തസംഘേ കരസങ്കീർത്തന കൃഷ്ണനാമ ഉപദേശാതാര സർവജന. അല്ലേ പുത്ര, ഭക്തന്മാരോടൊപ്പം ഗാനവും നൃത്തവും സങ്കീർത്തനവും തുടരും, കൂടാതെ കൃഷ്ണനാമ മഹാത്മ്യം പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇപ്രകാരം നിനക്ക് എല്ലാ പതിതാത്മാക്കളെയും മോചിപ്പിക്കാനാകും. അതിന്റെ ഭാവാർത്ഥത്തില് അതിൽ പറയുന്നത്, ശിഷ്യൻ കൃഷ്ണഭക്തിയിൽ സ്വയം പുരോഗമിക്കുമ്പോൾ മാത്രമല്ല, അവൻ സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിച്ച് മറ്റുള്ളവരെ മോചിപ്പിക്കണമെന്നുള്ളതാണ് ഗുരുവിന്റെ അഭിലാഷം. അപ്പൊ ഗുരുവിന്റെ ആഗ്രഹമാണ് പ്രീച്ചിങ്. സ്വയം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, അതോടൊപ്പം മറ്റുള്ളവരെയും നമ്മൾ പ്രേരിപ്പിക്കുക. അതാണ് ഗുരുവൻ സ്വയം ആധ്യാത്മിക പൂർണ്ണതയെ തേടുന്നതോടൊപ്പം മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രചരിപ്പിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥ ചിന്താഗതിക്കാരാണ്. നമ്മൾ മാത്രം ജപിക്കുന്നു, വായിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പ്രീച്ചിങ് ഈസ് റെക്കമെൻഡഡ്. നമ്മൾ മാക്സിമം ഇപ്പോ വായിച്ച കാര്യങ്ങൾ തന്നെ മറ്റുള്ള ഭക്തന്മാരുമായിട്ട് ഷെയർ ചെയ്യുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മളെ പുരോഗതിക്ക് സഹായിക്കുന്നത്. നന്മയ്ക്കായി പ്രചരിപ്പിക്കുകയും ചെയ്യണം എന്ന തത്വത്തെ അടിസ്ഥാനമായിട്ടുള്ള കൃഷ്ണാബോധ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം അതിനു വേണ്ടിയുള്ള അതാണ് പ്രീച്ചിങ്. പ്രഭുപാദ് പറഞ്ഞു, പ്രീച്ചിങ് ഈസ് എസൻസ്, ബുക്സ് ആർ ദ ബേസിസ്, യൂട്ടിലിറ്റി ഈസ് ദ പ്രിൻസിപ്പൽ എന്ന് പ്രഭുപാദ് പറയാൻ കാരണം. അപ്പൊ ഭജനാനന്ദികൾ, ഗോഷ്ഠാനന്ദികൾ എങ്ങനെ രണ്ട് വിഭാഗത്തിൽപ്പെട്ട പ്രസിദ്ധ ഭക്തന്മാരുണ്ട്. സ്വയം ഭക്തി സേവനത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് മാത്രം സംതൃപ്തനാകുന്നവരാണ് ഭജനാനന്ദികൾ. ഭജനാനന്ദികൾ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ അറിയാം, അവര് നാമജപത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു, പക്ഷെ അവർ പ്രീച്ചിങ് ചെയ്യാറില്ല. എന്നാൽ സ്വന്തം ആധ്യാത്മികതയിൽ മാത്രം സംതൃപ്തനാകാതെ മറ്റുള്ളവരുടെയും ആധ്യാത്മികതയിൽ ഉത്സുകരാക്കുകയാണ് ഗോഷ്ഠാനന്ദി. ഗോഷ്ഠാനന്ദികളാണ്. നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? ഗോഷ്ഠാനന്ദി വിഭാഗത്തിൽപ്പെട്ടവരാണ്. പ്രഹ്ലാദ് മഹാരാജ് ഇതിനുള്ള അതുല്യമായ ഉദാഹരണമാണ്. ഭഗവാൻ നരസിംഹദേവൻ അനുഗ്രഹം നൽകിയപ്പോൾ ഭക്തപ്രഹ്ലാദൻ ഇപ്രകാരം പറഞ്ഞു, നൈവോ ദിജോ ഹര ദുരത്യയ വൈതരണ്യാസ് തദ്വീര്യ ഗായന മഹാമൃതമഗ്നചിത്ത സ്വചേതോ വിമൂഖ ചേതസ ഇന്ദ്രിയാർത്ഥ മായാ സുഖായ പരം ബുദ്ധഹോദോ വിമൂഢാൻ. അതേ ഭഗവാനെ, ഭക്തപ്രഹ്ലാദന്റെ പ്രാർത്ഥനയാണ്, ശ്രദ്ധിക്കുക. എനിക്ക് പ്രയാസങ്ങളൊന്നുമില്ല, ഞാൻ അങ്ങയിൽ നിന്ന് വരങ്ങളൊന്നും ആവശ്യപ്പെടുന്നുമില്ല. അങ്ങയുടെ തിരുനാമം കൊണ്ട് തന്നെ ഞാൻ സംതൃപ്തനാണ്, എനിക്ക് ധാരാളം മതി. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ തിരുനാമങ്ങൾ ജപിക്കുന്ന മാത്രമേ ഞാൻ അതീന്ദ്രിയ ആനന്ദ സാഗരത്തിൽ നിമഗ്നമാണ്. എന്നാൽ അങ്ങയുടെ പ്രേമമില്ലാത്തവരെ കുറിച്ചാണ് എൻ്റെ വിചാരം. ഇതാണ് ഒരു ഭക്തന്റെ കരുണ അല്ലെങ്കിൽ ദയ എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവർ ഒരു പ്രീച്ച് ചെയ്ത് അവരും കൃഷ്ണാവത്തിൽ വരുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും, അല്ലെ?
നമുക്ക് അനുഭവമുള്ളതാണ്. അവർ ക്ഷണികങ്ങളായ ഭൗതിക സുഖങ്ങൾ നേടുവാനായി ഭൗതിക അസ്തിത്വത്തിൽ കിടന്ന് ജീർണിക്കുന്നു. അവർ ഭഗവത് പ്രേമത്തിൽ അനാസക്തരായി കേവലം ഇന്ദ്രിയാസ്വാദത്തിനായി രാപ്പുകൾ കഠിനാധ്വാനം ചെയ്ത് ജീവിതം പാഴാക്കും. ഇപ്പൊ നമ്മള് പൊതുവെ പറയും, നമ്മൾ കഠിനമായി അധ്വാനം ചെയ്യണ്ടേ, അധ്വാനിച്ചാലേ പൈസ കിട്ടും. അപ്പോ ഭഗവത് ഭക്തിയെല്ലാം സെക്കൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ വയസ്സാവുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്ന് പറയും. പക്ഷെ അതുകൊണ്ട് എന്ത് ഫലം? ജീവിതം നമ്മൾ പാഴാക്കുക. ഞാൻ അവരായി മായയുടെ പിടിയിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിനുള്ള വിവിധ ഉപായങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. ശ്രീമദ് ഭാഗവതം 7:9-40. പ്രഭു നമ്മുടെ പരമ്പരയിലെ ആചാര്യന്മാരെല്ലാം അവര് മറ്റുള്ളവർക്ക് വേണ്ടി, ഇപ്പൊ പ്രഭുപാദരനെ ഈ പ്രസ്ഥാനം, അദ്ദേഹത്തിന് വൃന്ദാവനത്തിൽ നാമം ജപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രഭുപാദർക്ക് ഗോലോക വൃന്ദാവനത്തിൽ പോകാം. പക്ഷെ ഗുരുവിന്റെ ആജ്ഞ നിറവേറ്റുന്നതിന് വേണ്ടി, ഗുരുവിന്റെ സംതൃപ്തിക്ക് വേണ്ടി അദ്ദേഹം പ്രചാരത്തിനായി കയറണം, അല്ലെ? അതിന്റെ ഫലമായിട്ട് ഇന്ന് ലക്ഷക്കണക്കിന് ഭക്തന്മാര്, ആയിരക്കണക്കിന് എസ്റ്റാബ്ലിഷ് ടെമ്പിൾസ്, ക്ഷേത്രങ്ങളും സത്സംഗം തുടങ്ങി നടക്കുന്നുണ്ട്. ശ്രീല ഭക്തിയാനന്ദ ഠാക്കൂർ തന്റെ അന്യഭാഷ്യത്തിൽ ഇപ്രകാരം പറയും: തന്റെ ആത്മാർത്ഥ സേവനത്താൽ ആധ്യാത്മിക ഗുരുവിന്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു ഭക്തൻ തന്നെ പോലെ കൃഷ്ണാബുധന്മാരായ മറ്റു ഭക്തന്മാരോടൊപ്പം സങ്കീർത്തനം ചെയ്യുവാനും നൃത്തം ചെയ്യാനും ഇഷ്ടപ്പെടും. അതാണ് സത്സംഗം. ഇത്തരമൊരു ഭക്തനെ ലോകമാകാനുള്ള ഭക്താത്മാക്കളെ ഉദ്ധരിക്കുന്നതിനായി ഗുരു അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ വേണ്ടത്ര പുരോഗതി പ്രാപിക്കാത്തവർ ഏകാന്ത സ്ഥലത്തിൽ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ ഇഷ്ടപ്പെടും. ശ്രീല ഭക്തിയാനന്ദ ഠാക്കൂറിന്റെ അഭിപ്രായത്തിൽ ഇത് ഒരുതരം കബളിപ്പിക്കലാണ്. നമ്മള് വൈഷ്ണവയ്ക്ക് എന്നുള്ള ബുക്ക് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇത് മായയുടെ കളിയാണ്. പലപ്പോഴും പ്രഭുപാദ ടൈമിൽ തന്നെ പലപ്പോഴും ഞാൻ വൃന്ദാവനത്തിലിരുന്ന് ജപിച്ചോളാം എന്ന് പറഞ്ഞ് പ്രഭുപാദരുടെ പെർമിഷൻ ചോദിച്ച പല ഭക്തന്മാരുണ്ട്. പക്ഷെ പ്രഭുപാദർ അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഒറ്റയ്ക്ക് നമ്മൾ വൃന്ദാവനത്തില് അല്ലെങ്കിൽ ഹരിദാസ് ഠാക്കൂറിനെ പോലെ ഒറ്റയ്ക്ക് ജപിക്കാനുള്ള ഒരു മൂഡിലല്ല. അല്ല, അത് നമ്മളൊരു മായയാണ്, മായയുടെ ഒരു കബളിപ്പിക്കലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മായയില്ല. ഒറ്റയ്ക്കിരുന്ന് കൂട്ടത്തിലിരുന്ന് ജപിക്കുമ്പോഴേ നമ്മൾ ഉറങ്ങും, അല്ലെ? കൂട്ടത്തിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് വായിക്കുമ്പോഴേ നമ്മൾ ഉറക്കം വരും. കൂട്ടത്തിലിരുന്ന് വായിക്കുമ്പോഴും ഉറക്കും, പാവം ക്ലാസ്സിലും ഉറങ്ങും. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നാമം ജപിക്കുന്ന കാര്യത്തെ കുറിച്ച് എന്താ പറയാം? ഇത്തരക്കാർ ഭക്തോത്തന്മാരായ ഹരിദാസ് ഠാക്കൂറിനെയും മറ്റു പ്രവൃത്തികളെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരത്രേ. ഒരുവൻ ഹരിദാസ് ഠാക്കൂറിനെ പോലെ ഉന്നത ഭക്തരെ അനുകരിക്കാൻ ശ്രമിക്കരുത്. അതിനേക്കാൾ എല്ലാവരും ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനം ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് ആത്മീയത്തിൽ ജീവിതം കൈവരിക്കണം. പ്രചരണത്തിൽ നിപുണമില്ലാത്ത ഒരു വ്യക്തി ദുസ്സംഗം ഒഴിവാക്കി ഏകാന്തതയിൽ ജപിക്കാൻ പരിശീലിച്ചേക്കാം. എന്നാൽ പുരോഗതി കൈവരിച്ച ഒരു വ്യക്തിക്ക് ആളുകളെ സന്ധിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ദോഷമാകുകയില്ല. ഒരു ഭക്തൻ അഭക്തന്മാർക്ക് തന്റെ സത്സംഗം നൽകുന്നു. ഗീവ് സത്സംഗ, ടേക്ക് സത്സംഗ. ഗീവ് അസോസിയേഷൻ, ടേക്ക് അസോസിയേഷൻ. എന്നാൽ അഭക്തന്മാരുടെ ദുർവാസനകളാൽ അദ്ദേഹം ബാധിക്കപ്പെടുന്നില്ല. ഇപ്രകാരം ഒരു ശുദ്ധഭക്തന്റെ പ്രവർത്തനങ്ങളാണ് ഭഗവത് പ്രേമമില്ലാത്തവർക്കും ഭാവിയിൽ ഒരു നാൾ ഭക്തനായി തീരാൻ ഉള്ള അവസരം ലഭിക്കും. ഈ സന്ദർഭത്തിൽ ശ്രീമദ് ഭാഗവത്തിൽ സമാചാരേ ജാതു മനസ്യാപി ഹി അനീശ്വര 10:31 എന്ന് തുടങ്ങുന്ന ശ്ലോകവും ഭക്തിരസാമൃതത്തിലെ 1-2-225 താഴെ പറയുന്ന ശ്ലോകവും ചർച്ച ചെയ്യാൻ ഭക്തിരസ ഠാക്കൂർ ഉപദേശിക്കുന്നു. അനാസക്ത വിഷയാൻ യഥാർത്ഥം ഉപയുഞ്ജത നിർബന്ധം കൃഷ്ണസംബന്ധേ യുക്തവൈരാഗ്യമുച്ചതേ. ഉന്നത ഭക്തന്മാരുടെ പ്രവൃത്തികളെ ഒരുവൻ അനുകരിക്കരുത്. ഒരുവൻ ഭൗതിക ആസ്വാദനത്തിൽ അനാസക്തനായി കൃഷ്ണന്റെ ഭക്തി സേവനത്തിന് അനുകൂലമായവയെല്ലാം സ്വീകരിക്കണം. അതാണ് നിർബന്ധം കൃഷ്ണസംബന്ധേ യുക്തം വൈരാഗ്യം ഉച്ചതേ. അത് ആനുകൂല്യസ്യ സങ്കല്പ പ്രതികൂല്യസ്യ വർജ്ജനം. നമുക്ക് എന്താണ് ആധ്യാത്മിക വിരോധിക്ക് നമ്മളെ സഹായിക്കുന്നത് അത് സ്വീകരിക്കുക, അല്ലാത്തത് റിജക്ട് ചെയ്യണം.
അപ്പൊ ഇവിടെ നമ്മള് ഒന്ന് രണ്ടാമത് ഇനി ഒരു കാര്യം, പലപ്പോഴും നമ്മള് തീർത്ഥാടനം, അതായത് തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോഴും ഒറ്റയ്ക്ക് പോകും. അതും നമുക്ക് നല്ലതല്ല. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മായയിൽ അകപ്പെടാനുള്ള ചാൻസ്. നമ്മൾ കൂട്ടത്തോടെ പോകുമ്പോൾ ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യും. ആ ഭക്തന്മാരുടെ സംഘം തന്നെ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, അല്ലേ? ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആസ്വദിക്കാൻ പറ്റും? അവിടെ പോയി സ്ഥലം കണ്ട്. അപ്പൊ അത് തീർത്ഥാടനത്തിലും നമ്മൾ എപ്പോഴും ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് നല്ലത്. ഇവിടെ മായ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അപ്പൊ ഇവിടെ നമ്മള് ഒന്നിനെയും റിജക്ട് ചെയ്യുന്നില്ല. യുക്തവൈരാഗ്യം എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഭഗവാന്റെ സൃഷ്ടിയിലുണ്ടോ അതെല്ലാം നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് യുക്തവൈരാഗ്യം എന്ന് പറയുന്നത്. ഫൽഗുവൈരാഗ്യം എന്ന് പറയുന്നത് ഇതെല്ലാം മായ എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുന്നു. ഏതബലി ഏത ശ്ലോക സുഖ ഇല്ല മാരേ ഭാഗവതേര സരായേ ബലേ മാരേ മാരേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആധ്യാത്മിക ഗുരുനാഥൻ ശ്രീമദ് ഭാഗവതത്തിന് ഒരു ശ്ലോകം എന്നെ പഠിപ്പിച്ചു. ഭാഗവത നിർദ്ദേശങ്ങളുടെ സാരാംശം ഈ ശ്ലോകത്തിൽ സംക്ഷിപ്തമാണ്. അതിനാൽ അദ്ദേഹം വീണ്ടും വീണ്ടും ഈ ശ്ലോകം പാടിക്കൊണ്ടിരുന്നു. ഭാവാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവത്തിലെ ഈ ശ്ലോകം 11:2-40. വാസുദേവർക്ക് ഭാഗവതധർമ്മം പഠിപ്പിക്കവേ നാരദമുനിയാൽ പാടപ്പെട്ടിട്ടുള്ളതാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വഗൃഹത്തിൽ സ്വന്തം പുത്രനായി അവതരിച്ചതിനാൽ ഭാഗവതധർമാചരണത്തിന്റെ ഫലം വാസുദേവർക്ക് ലഭ്യമായി കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും നാരദമുനിയുടെ തിരുമുഖത്തിൽ നിന്നും ഭാഗവതധർമ്മം ശ്രവണം ചെയ്ത് ഉദ്ഭവനാകാനുള്ള വാസുദേവന്റെ മാതൃകപരമായ വ്യഗ്രത ഒരു മഹാഭക്തന്റെ എളിമ എടുത്തു കാണും. അപ്പൊ നമുക്കറിയാം ഭഗവത്ഗീത ഭഗവാൻ അർജുന ഉപദേശം. പക്ഷെ അത് കൂടാതെ അതായത് വാസുദേവർക്ക് നാരദമുനി ഉപദേശം കൊടുക്കുന്നുണ്ട്. അതുപോലെ നന്ദഗോപൻ കൃഷ്ണനെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വരുമ്പോ അവിടെ സെപ്പറേഷൻ, അതായത് യശോദമയ്ക്കും നന്ദമഹാരാജനും ഭയങ്കര സെപ്പറേഷൻ. കൃഷ്ണനെ കൂടെ തിരിച്ചു കൊണ്ടുപോ ഭഗവാൻ പറയും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഉപദേശം അവിടെ വെച്ച് നന്ദഗോപർക്കും ഭഗവാൻ ഉപദേശം കൊടുക്കുന്നുണ്ട്. അതുപോലെ വസുദേവർക്ക് നാരദമുനി ഉപദേശം കൊടുക്കുന്നുണ്ട്. ഉപദേശം ഭഗവത്ഗീത മാത്രമല്ല. നാരദമുനി തിരുമുഖത്ത് നിന്ന് ഭാവധർമ്മം ശ്രവണം ചെയ്ത് ഉദ്ഭവനാകാനുള്ള വസുദേവരുടെ മാതൃകമായ വ്യക്തിത്വ ഒരു മഹാഭക്തന്റെ എളിമ എടുത്തു കാണുന്നു. ഏവം സ്വപ്രിയനാമാകൃത്യ ജാതാനുരാഗോ ചിത്തവുച്ചൈ അദസ്യതോ യോഗിനി യൗതി ഗായതി ഉന്മാദവൻ നൃത്യതി ലോകം ബാഹ്യ. ഇവിടെ അന്തരംഗങ്ങളിൽ വളവറ്റ സ്നേഹത്തോടു കൂടി ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന തലത്തിലെത്തിയ ഒരു ഉയർന്ന ഭക്തൻ വികാര വിവേശനായി വളരെ ഉച്ചത്തിൽ തിരുനാമം ജപിക്കുന്നു. അദ്ദേഹം ചിലപ്പോൾ ചിരിക്കുകയും ചിലപ്പോൾ കരയുകയും പരിസരം മറന്ന് വികാരാവേശനായി ഒരു പ്രാർത്ഥന പോലെ പാടുകയും ചെയ്യുന്നു. ജയ് താണ്ഡവാക്യ അമീവട വിശ്വാസധരി നിരന്തര കൃഷ്ണനാമ കീർത്തന കരിസേയി സംകീർത്തന കരി ശ്രീകൃഷ്ണനാമ കഹു ഭാവോയായി നാച്ചയ ഗാഹി നാച്ചി നാഹി അമീ അപന ഇച്ഛായ. എന്റെ ആധ്യാത്മികരുടെ വചനങ്ങളിൽ ദൃഢവിശ്വാസമുള്ള ഞാൻ നിരന്തരം കൃഷ്ണന്റെ തിരുനാമങ്ങൾ കീർത്തനം ചെയ്യുന്നു. ആ തിരുനാമങ്ങൾ എന്നെ പാടിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. അതിനാൽ ഞാൻ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. ഞാനിത് സ്വേച്ഛാപൂർവം ചെയ്യുന്നതാണ് ചിന്തിക്കുന്നത്. എല്ലാം തനിയെ സംഭവിക്കുന്നതാണ്. ഇതിന് ഒരു ലോങ് വർക്കൗട്ടാണ്. ഇവിടെ ആധ്യാത്മിക ഗുരുവിന്റെ വാക്കുകളിൽ വിശ്വാസം പുലർത്താൻ കഴിയാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരുവന് തിരുനാമ ജപത്തിനുള്ള അധികാരം ലഭിക്കുകയില്ല. അപ്പോ ശ്വേതാശ്വരോപനിഷത്ത് പ്രകാരം പറയുന്നു, യസദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരു തസൈവ കഠിന പ്രകാശന്തേ മഹാത്മന.
ഭഗവാനിലും കൃഷ്ണനിലും ആധ്യാത്മികതയിലും അചഞ്ചലമായ വിശ്വാസമുള്ള വിശിഷ്ടാത്മാക്കൾക്ക് മാത്രം എല്ലാ വേദശാസ്ത്രങ്ങളുടെയും തൊഴിൽ അനായാസേന താനെ വെളിവാക്കി കൊടുക്കും. ഈ വേദവിധി വളരെ പ്രാധാന്യമുള്ളതാണ്. ചൈതന്യ മഹാപ്രഭു സ്വന്തം പെരുമാറ്റത്തിലൂടെ ഈ വേദശാസ്ത്രനെ പിന്താങ്ങുന്നു. സ്വന്തം ആത്മീയ ഗുരുവിന്റെ വചനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം സങ്കീർത്തന പ്രസ്ഥാനം നടപ്പിലാക്കി. ഇതുപോലെ തന്നെയാണ് എൻ്റെ ആത്മീയ ഗുരുവിന്റെ വചനങ്ങളിലുള്ള വിശ്വാസം മൂലം ഞാൻ ഇപ്പോഴുള്ള കൃഷ്ണാവത പ്രസ്ഥാനം തുടങ്ങിയത്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവാണ് തുടങ്ങി വെച്ചത്. അതിനുശേഷം ശ്രീല പ്രഭുപാദരും ഗുരുവിന്റെ വാക്കുകളിൽ വിശ്വാസവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം ശ്രീല പ്രഭുപാദര് ഈ പ്രസ്ഥാനം രൂപീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എപ്രകാരമെങ്കിലും അവ നിറവേറ്റാൻ ശ്രമിച്ചു. തത്ഫലമായി ഇപ്പോൾ ഈ പ്രസ്ഥാനം വിജയകരമായി ലോകമാകമാനം വ്യാപിച്ചിരിക്കുന്നു. അതിനാൽ ആത്മീയ ഗുരുവിന്റെയും ഭഗവാന്റെയും വചനങ്ങളുടെ ദൃഢവിശ്വാസമാണ് വിജയരഹസ്യം. ഇത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. കാരണം പലപ്പോഴും നമുക്ക് ഇൻഡിവിജ്വൽ, അതായത് എന്താ പറയാ, സ്വാർത്ഥ താല്പര്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും കണ്ടീഷൻസും ഒക്കെ കാണും. അപ്പൊ അതിന് അതിജീവിക്കണമെങ്കിൽ ഗുരുവിന്റെ വാക്ക് തന്നെ നമ്മൾ പാലിക്കണം. ഇല്ലെങ്കിൽ നമ്മളതായിട്ടുള്ള ഐഡിയയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. ചൈതന്യ മഹാപ്രഭു ഗുരുവചനങ്ങളെ ധിക്കരിച്ചുകൊണ്ട് സങ്കീർത്തന പ്രസ്ഥാനം ഒരിക്കലും നിർത്തിവെക്കുകയുണ്ടായില്ല. ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനം ലോകമെമ്പാടും പ്രവർത്തിക്കുകയുണ്ടായി. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്ന സമയം എന്റെ ശിഷ്യന്മാരോടും ആജ്ഞാപിക്കുകയുണ്ടായി. പ്രഭുപാദര് ഭക്തി സരസ്വതി ഠാക്കൂർ കൊടുത്ത നിർദ്ദേശം പറയുക. എന്നാൽ സ്വാർത്ഥ താല്പര്യം മൂഢരുമായ ചില ശിഷ്യന്മാർ ഈ നിർദ്ദേശങ്ങളെ ധിക്കരിക്കുകയുണ്ടായി. ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കുകയും ഓരോ ശിഷ്യനും മഠത്തിന്റെ അധിപതിയാകാൻ ആഗ്രഹിച്ച് കോടതിയിൽ പോരാടുകയും ചെയ്യുന്നതിന് ഫലമായി പ്രസ്ഥാനം പരാജയപ്പെടുകയും ചെയ്തു. നാം ഇതിൽ അഹങ്കരിക്കുന്നില്ലെങ്കിലും അത്യാവസ്ഥ വിവരിക്കേണ്ടതുണ്ട്. അപ്പോ പ്രഭുപാദര് ഈ ഭക്തി സരസ്വതി ഠാക്കൂറിന് ശേഷം ഗൗഡി മഠത്തില് തമ്മില് പോരാട്ടമുണ്ടായി അധികാര സ്ഥാനത്തിന് വേണ്ടി. അവസാനം അതൊരു സൊല്യൂഷന് വേണ്ടി കോടതിയിൽ പോകേണ്ടി വന്ന ഗതികേടുണ്ടായി. അതാണ് ഇവിടെ പ്രഭുപാദർ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രസ്ഥാനത്തിലില്ല. അതുകൊണ്ട് പ്രഭുപാദർ പറഞ്ഞ അഹങ്കരിക്കില്ല, സത്യാവസ്ഥയാണ് പറയാൻ. നാം ഗുരുവചനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വളരെ ലളിതവും നിസ്സഹായവുമായ ഒരവസ്ഥയിലായിരുന്നു ഈ പ്രസ്ഥാനം തുടങ്ങി. എന്നിരുന്നാലും പരമാധികാരിയിൽ നിന്നുള്ള ആത്മീയശക്തിയാൽ ഈ പ്രസ്ഥാനം വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഗുരുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഈ പ്രസ്ഥാനം വിജയിച്ചത്. അപ്പൊ ഗുരുവിന്റെ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. വിശ്വാസപൂർവ്വം നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതിനാണ് നമ്മൾ ദീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീക്ഷ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങ് സ്വീകരിച്ചിരിക്കുന്നു ഗുരുവായി, അങ്ങ് പറയുന്ന എന്ത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതിന്റെ ഒരു ചടങ്ങാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തത് ആത്മീയ ലോകത്തെ ആനന്ദശക്തിയുടെ സ്വാധീനത്തിലായിരുന്നു നാം മനസ്സിലാക്കുന്നു. ഭഗവത് തിരുനാമത്തെ ഭൗതിക ശബ്ദ പ്രകമ്പനമായി അവിടുന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഹരിനാം സങ്കീർത്തനത്തെ ഒരു ഭൗതിക സംഗീതാവിഷ്കാരമായി ഒരു ശുദ്ധഭക്തനും തെറ്റിദ്ധരിക്കാറില്ല. ചൈതന്യ മഹാപ്രഭു തിരുനാമത്തിന്റെ യജമാനൻ ആകാൻ ശ്രമിച്ചിരുന്നില്ല. മറിച്ച് അപ്രകാരം തിരുനാമത്തിന്റെ ദാസനാമം നമ്മെ പഠിപ്പിച്ചു. അതാണ് ഹംബിൾനെസ്, വിനയം വളരെ ഇമ്പോർട്ടന്റ്. ഈ വിജയരഹസ്യം മനസ്സിലാക്കാതെ കേവലം പ്രദർശനത്തിനായി നാമസങ്കീർത്തനം ചെയ്യുന്ന ഒരു വ്യക്തി തന്മൂലം തന്റെ പിത്തസ്രവം വർദ്ധിപ്പിച്ചേക്കാം. പക്ഷെ ആധ്യാത്മിക പൂർണ്ണത നേടുകയില്ല തന്നെ. മഹാപ്രഭു തന്നെ ഇപ്രകാരമാണ് കാഴ്ചവെച്ചത്. ഞാൻ ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു മൂടനാണ്. അപ്പൊ ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ വാക്കാണ്. മൂടനാണ് എന്ന് പറഞ്ഞു, തെറ്റും ശരിയും. അതുകൊണ്ട് വേദാന്ത പഠനത്തില് തനിക്ക് പൊരുൾ മനസ്സിലാക്കുന്നതിനായി ഞാൻ ഒരിക്കലും ശങ്കര സമ്പ്രദായത്തിന്റെയോ മായാവാദി സന്യാസിന്റെയോ വിശദീകരണങ്ങൾ പിന്തുടർന്നില്ല. മായാവാദി താത്വികയുടെ യുക്തിവിരുദ്ധമായ വാദപ്രതിവാദങ്ങളെ ഞാൻ അത്യന്തം ഭയക്കുന്നു. ചൈതന്യ മഹാപ്രഭു തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് മായാവാദി സന്യാസികൾ നമ്മൾ കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇക്കാരണത്താൽ മായാവാദികളുടെ വേദാന്ത സൂത്ര ഭാഷ്യത്തെ പറ്റി പറയാൻ ഞാൻ അർഹനല്ല. ഭഗവത് തിരുനാമങ്ങൾ കീർത്തനം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭൗതിക അസ്തിത്വത്തിലെ എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും വിമുക്തനാകാനും ഭഗവത് ശരണാരവിന്ദങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് ഞാൻ ദൃഢമായി
വിശ്വസിക്കുന്നു. പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രോഗ്രസ് നമ്മുടെ ജപത്തെ ആശ്രയിച്ചാണ്, എത്രത്തോളം ആത്മാർത്ഥമായി നമ്മൾ ജപിക്കുന്നു. ഇപ്പോ കലഹവും വിയോജിപ്പും നിറഞ്ഞ കലിയുഗത്തിൽ തിരുനാമ ജപം മാത്രമാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഏക മാർഗം. മഹാപ്രഭുത്തോട് തിരുനാമങ്ങൾ ജപിക്കുവാൻ ഞാൻ ഒരു ഭ്രാന്തനെ പോലെ ആക്കുന്നു. ആ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ നേടാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉത്തമം അതീന്ദ്രിയമായ ഭഗവത്പ്രയം നേടുന്നതാണെന്ന് ഞാൻ എന്റെ ആധ്യാത്മികത മനസ്സിലാക്കി. അതാണ് ശ്രേഷ്ഠമായ ജീവിതത്തിന്റെ വിജയം. പ്രേമഭക്തി നേടിയ ഒരു ഭക്തൻ ജനവികാരത്തെ അവഗണിച്ച് സ്വപ്രകൃതിയെ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യും. ഈ ദശയെ ഭഗവത ജീവനം അഥവാ ഒരു ഭക്തന്റെ ജീവിതം എന്ന് വിളിക്കുന്നു. ചൈതന്യമാം തുടർന്നു, കൃത്രിമ പ്രദർശനത്തിനായി ഞാൻ പാടുകയോ നൃത്തം ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്റെ ആത്മീയ ഗുരുവിന്റെ വചനങ്ങളുള്ള ദൃഢവിശ്വാസത്തിലാണ് ഞാൻ ആടുകയും പാടുകയും ചെയ്യുന്നത്. മായാവ സന്യാസം ജപവും നൃത്തവും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഞാൻ ഗുരുവചനങ്ങളുടെ ശക്തിയാൽ അവ നിർവഹിക്കും. അതിനാൽ ഈ പ്രവൃത്തികൾക്ക് ഉള്ള ബഹുമതിക്ക് ഞാൻ അർഹനല്ല എന്ന് മനസ്സിലാക്കാം. അവ ഭഗവത് കൃപയാൽ സ്വമേധയാ നിർവഹിക്കപ്പെടുകയാണ്. ഇത്രയും നേരം നമ്മൾ വായിച്ചത് നാമത്തിന്റെ മഹിമയാണ്. ചൈതന്യമാവിന്റെ തിരുനാമം. ഇവിടെ നമ്മള് മനസ്സിലാക്കാനുള്ള ധർമ്മം, അർത്ഥം, കാമ, മോക്ഷം. അപ്പൊ ഇത് പുരുഷാർത്ഥം ഗൃഹശാസ്ത്രത്തിലൂടെ കടന്നുപോയി മതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്ന, പിന്നെ സമ്പാദ്യം, അവസാനമാണ് മോക്ഷത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇത് പ്രവൃത്തി മാർഗം. അപ്പൊ മഹാഭാരതം എടുത്തു കഴിഞ്ഞാൽ പ്രവൃത്തി മാർഗമാണോ നിവൃത്തി മാർഗം വെച്ചാൽ പ്രവൃത്തി മാർഗമാണ്. പക്ഷെ ഭാഗവതം വെച്ചാൽ നിവൃത്തി മാർഗം, ഡയറക്റ്റ് ഭഗവാന്റെ സേവനം തരുന്നതാണ്. അപ്പൊ ഇതൊരു തരത്തിലൊരു സാക്രിഫൈസ് ആണ്. കാരണം നമ്മുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ വെടിയുക എന്ന് പറയുന്നത് ഒരു ചലഞ്ച് തന്നെയാണ്. എത്ര പെട്ടെന്ന് പറയാൻ എളുപ്പം അല്ലേ? അപ്പോ ഒരിക്കലും ഒരു സന്യാസി ഒരു ആശ്രമത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി മരിച്ചുപോയി. അപ്പൊ ആ സമയത്ത് ആൾക്കാരെല്ലാം കൂടി അദ്ദേഹത്തിന് വഴക്ക് പറഞ്ഞു. അങ്ങാണ് ഇദ്ദേഹത്തിന് മോശമാക്കി, അങ്ങ് കാരണമാണ് അദ്ദേഹത്തിന് ആക്സിഡന്റ് മരിച്ചെന്ന് പറഞ്ഞു. അങ്ങക്ക് ഇദ്ദേഹം പുനർജീവിപ്പിക്കാൻ പറ്റും, ജീവൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ബഹളം ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം അത് കേട്ടിട്ട് പറഞ്ഞു, ശരി, ഞാൻ അദ്ദേഹത്തിന് പുനർജീവൻ കൊടുക്കാം, ജീവിപ്പിക്കാം, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മന്ത്രം ജപിച്ച് ഈ വെള്ളം തരും. ഇപ്പൊ വെള്ളം കുടിക്കുമ്പോ അദ്ദേഹം ജീവിക്കും, പുനർജീവിക്കും, ജീവൻ തിരിച്ചു കിട്ടും. പക്ഷെ ഈ കുടിക്കുന്ന ആള് മരിച്ചുപോകും എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും പിന്നോട്ട് മാറി. അപ്പൊ എല്ലാരും പറഞ്ഞില്ല അദ്ദേഹത്തിന് ജീവൻ കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭാര്യയും കുട്ടികളും, ഞാൻ മരിച്ച അവരാരും നോക്കും. അപ്പൊ വേറെ ആൾക്കാർ പറഞ്ഞു, എനിക്ക് അച്ഛനും അമ്മയുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ ഒഴിവുകൾ പറഞ്ഞ് പിന്മാറാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന്റെ ജീവൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറല്ല. അപ്പൊ ഇവിടെ നമുക്ക് പ്രീച്ചിങ് ഒരു തരത്തിലൊരു സാക്രിഫൈസ് ആണ്. ഹരിദാസ് സ്കൂൾ ഉപാധിരപ്പൻ ക്രിസ്തുദേവന്റെ കാര്യമായിട്ട് പറയാറുണ്ട്. അവരെല്ലാം സ്വന്തം ജീവിതം സാക്രിഫൈസ് ചെയ്തവരാണ്. ഒരുപാട് കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി ഭഗവത് പ്രചാരണത്തിനായിട്ട്. പ്രഭുപാദ വർക്കൗട്ടില് 3-ാം സ്കന്ധത്തിൽ പറയുന്നു, ഒരു പക്ഷേ ചിലപ്പോ പ്രചാരത്തിനിടയിൽ ഒരു ഭക്തൻ ജീവൻ തന്നെ ബലികഴിപ്പിക്കേണ്ടി വരും, മരിച്ചു പോകും. മരിക്കല്ല, ചിലപ്പോ വധിക്കപ്പെട്ടേക്കാം എന്ന് പറയും. പക്ഷെ അതില് മനസ്സ് അസ്വസ്ഥമാകരുത് എന്ന് പറയുകയാണ്. കാരണം അതിന്റെ പിന്നില് ഭഗവാന്റെ ആസൂത്രണമാണ് ഉണ്ടാവും. അപ്പോ ഒന്നും ഭഗവാന്റെ അറിവില്ലാത്തതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരാൾ ജീവിക്കുന്നതും മരിക്കുന്നതുമല്ല. അപ്പോ നമ്മൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യാൻ, ഗുരുവിന് വേണ്ടി ഭക്തിയുത സേവനം ചെയ്യാൻ താല്പര്യമെടുക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ഗുരുവിന്റെ പ്രീതി കിട്ടും എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതൊക്കെയാണ് ഇത് മനസ്സിലാക്കാനുള്ള നമ്മളെ
പോയിന്റ്. നാമത്തിന്റെ മഹിമ, ഗുരുവിനെ എങ്ങനെ പ്രസന്നനാക്കാം, ഗുരുവിനും കൃഷ്ണനും നമുക്ക് അചഞ്ചലമായ ഭക്തി വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പൊ ഇതെല്ലാം ഒരു ഭക്തന്റെ പ്രധാന ഘടകമാണ്. അപ്പൊ അതിലേക്കുള്ള വഴിയിലാണ് നമ്മൾ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ പറയാം. 5:41. ഇവിടെ നിർത്തുകയാണ്. അവർക്ക് എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. മാതാജി, എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അപ്പൊ നമ്മൾ വായിച്ചത് ഏത് ശ്ലോകം വരെയാണ്? 97 മുതലാണ് വായിക്കുന്നത്. എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. നിർത്താമോ? ആർക്കും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ദയവായി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദയവായി പറയുക. ഇപ്പൊ 97 മുതൽ വായിക്കണേ. ഓക്കെ പ്രഭു. 97 ഓൺവേർഡ്. 97 നോട്ട് ചെയ്ത്. ഓക്കെ. അപ്പൊ ഇവിടെ നിർത്താമോ? നിർത്താം പ്രഭു. നല്ലതായിരിക്കും. ദയവായി എന്തെങ്കിലും സജഷൻസോ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക പ്രഭു. നമ്മൾ ജസ്റ്റ് വായിക്കുന്നത്, പഠിക്കുന്നത്. നമുക്കിപ്പോ ഒരുപാട് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. കാരണം പ്രഭുപാദൻ തന്നെ ക്ലിയർ ആയിട്ട് ഭാവാർത്ഥത്തിൽ പറയും. നമ്മൾ ഒരുമിച്ചിരുന്ന് കേൾക്കുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എത്രത്തോളം പ്രീച്ചിങ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അതാണ് നമ്മളെ നിലനിർത്തുന്നത്. നമ്മൾ ആരും പ്രീച്ച് ചെയ്യുന്നില്ല. ബുക്സ് വരുന്ന പഠിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് ആധ്യാത്മികമായി പുരോഗമിക്കാൻ കഴിയില്ല. മായ. കാരണം അറ്റാച്ച്മെന്റ് ഡെവലപ്പ് ചെയ്യില്ല. അത് വ്യക്തികളിലാകാം. നമ്മൾ പ്രചാരം ചെയ്യുമ്പോൾ ചിലപ്പോ ക്ലിയർ അല്ല. ബ്രേക്ക് ആവും. പറയൂ. അല്ല, കർമ്മ നമുക്ക് ഒഴിവാക്കാം. ധർമ്മ അർത്ഥ കാമ മോക്ഷം. അത് നമ്മൾ കഴിഞ്ഞ തൊട്ടു മുമ്പുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ധർമ്മം എന്ന് പറയുമ്പോൾ മതാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത്. അർത്ഥം എന്ന് പറയുമ്പോൾ സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞാല്, കാരണം ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ പൈസ വേണമല്ലോ. പൈസ സമ്പാദിക്കുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ ഇന്ദ്രിയ ആസ്വദിക്കുന്ന ജീവിതം. ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ റിട്ടയർ ചെയ്യുന്നത്, അതായത് മോക്ഷത്തിലേക്ക് വരുന്നത്. അപ്പോ ഇത് ഒരു തരത്തിലുള്ള റിനൗൺസ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ആണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത്. അപ്പോ ഉദാഹരണം എന്ന് പറഞ്ഞാല് മഹാഭാരതം അതിന് ഉദാഹരണം. മഹാഭാരതവും ഭാവവും തമ്മിലുള്ള വ്യത്യാസം, ഭാവം നമുക്ക് ഡയറക്റ്റ് ഭഗവാന്റെ സേവനം തരുക. ഡയറക്റ്റ്. ഇപ്പൊ നമ്മള് ഗൃഹസ്ഥാശ്രമത്തിൽ കൂടി കടന്നുപോയി പിന്നീട്
ഫുൾ ടൈം ആവുന്ന ഡിവോട്ടീസ് ഉണ്ട്, വാനപ്രസം, സന്യാസം. ഇനിയൊന്ന് നൈഷ്ഠികം ബ്രഹ്മചാര്യം അനുഷ്ഠിച്ചുകൊണ്ട് പൂർണ്ണമായും ഭഗവാന്റെ സേവനം ചെയ്യുന്ന വ്യക്തികളുമുണ്ട്. അപ്പൊ ഫൈനലി എല്ലാത്തിനും ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ റിനൗൺസിയേഷനാണ്, പരിത്യാഗം. ഭൗതിക ജീവൻ നമ്മൾ വെടിയുക, ആധ്യാത്മിക സേവനത്തിൽ, ഭഗവാന്റെ സേവനത്തിൽ ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യും. എങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധമായ ഭക്തി കിട്ടും. അപ്പൊ അതിന് നമ്മള് കലിയുഗത്തിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഗൃഹശാസ്ത്രം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് കാട്ടിൽ പോയിരുന്ന ഏതെങ്കിലും മൃഗങ്ങളൊന്നും നമ്മളെ കൊന്ന് തിന്നും. അപ്പോ ഈ അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതി സ്ഥാപിച്ചിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ആധ്യാത്മിക പുരോഗതി നേടാൻ കഴിയുന്ന തരത്തിലാണ് നമ്മുടെ ഷെഡ്യൂൾഡ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ മംഗളാരതി മുതൽ ദർശനാരതി, ഭാഗവതം ക്ലാസ്, മധ്യാഹ്നാരതി, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പൂജ, അത് കഴിഞ്ഞ് വീണ്ടും ആരതി, ക്ലാസ്, പ്രസാദം. ഇതെല്ലാം ഭഗവാനെ മറക്കാതിരിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വളരെ ടെമ്പിളിൽ വഴി കീർത്തന്മാരാകുകയും ചർച്ചയും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അത് തെറ്റാണ് പറയുന്നത്. പക്ഷെ അത് ഒരു പരിധിയുണ്ട്. പക്ഷെ ഭഗവത്പ്രേമം, ഇതിന്റെ എല്ലാം ലക്ഷ്യം ഭഗവത് പ്രേമത്തിൽ എത്തുക എന്നാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് നാലിലുപരിയായ ഭഗവത് സേവനത്തിൽ പൂർണ്ണമായും ഏർപ്പെടേണ്ടതാണ്. നമ്മളിപ്പോ ഗൃഹസ്ഥാശ്രമത്തിലാണെങ്കിലും ഫുൾ ടൈം സർവീസിലാണല്ലോ. നമ്മുടെ കുടുംബം തന്നെ സേവനത്തിന് സമർപ്പിക്കപ്പെട്ടവരാണ്. അതിൽ തെറ്റില്ല. ഹരേ കൃഷ്ണ. ചില ആൾക്കാർ പറയില്ല ഇതെല്ലാം ഇപ്പോഴും വേണ്ട, ഇതെല്ലാം കഴിഞ്ഞ് അവസാനം വയസ്സാവുമ്പം ഭഗവത്ഗീത പഠിച്ചാൽ മതി എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അങ്ങനെ ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെ? കൊളസ്ട്രോൾ, ഷുഗർ, ഹാർട്ട് പ്രോബ്ലംസ്. സമയത്ത് നമ്മൾ മാനസികമായി തളർന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഇന്ന് നമ്മൾ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്ത ഒരു പ്രധാന കാര്യം ജോസാഷിപ്പ് പറഞ്ഞ ഡിവോട്ടി കെയർ. നമ്മള് അസുഖം വരുമ്പോൾ മാനസികമായി തളർന്നു പോകും. മെന്റൽ സ്റ്റേജിൽ എന്നെ ആരുണ്ട് നോക്കാൻ, ആരും എന്നെ കെയർ ചെയ്യുന്നില്ല, ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ അവിടെ ഭക്തന്മാരുടെ സംഘമില്ലെങ്കിൽ തളർന്നു പോകും. അപ്പൊ ആ ഒരു അവസരത്തിൽ നമുക്ക് എങ്ങനെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതില് വോളണ്ടറി ആയിട്ട് ആരെങ്കിലും സർവീസ് ഏറ്റെടുക്കണം എന്ന് പ്രഭു ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു കേൾക്കുന്നില്ല? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാവോ ഞാൻ പറയുന്ന ആർക്കെങ്കിലും? നീ പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാമോ? പ്രഭു പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ലായിരുന്നു, മറ്റുള്ളവർക്ക് കേൾക്കാമോ എന്ന് അറിയില്ല. ഹരേ കൃഷ്ണ. മാതാജി ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുമോ? കേൾക്കാമായിരുന്നു. പ്രഭു പറയുന്ന കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ഹരേ കൃഷ്ണ. സോറി പ്രഭു.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അജി പ്രഭു പറയുന്ന കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഹരേ കൃഷ്ണ. ഗൗരപ്രിയമാജി. ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം പ്രഭു. അൺമ്യൂട്ട് ഓക്കെ. എന്താ പറഞ്ഞത്? ഓക്കെ പ്രഭു, നിർത്തട്ടെ എന്ന് ചോദിച്ചതാ. ഹരേ കൃഷ്ണ പ്രഭു. വേറെ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അത് എവിടെ നിർത്താമോ? നിർത്താം പ്രഭു. വേറെ ഒന്നുമില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി പറഞ്ഞു. ഇനിഷ്യേറ്റീവ് വോട്ടീസ് ഒരുപാട് പേരുണ്ട്. അവർക്ക് അഭിപ്രായം പറയാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വംശകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പൈതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ.